ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2221. ഇന്ന് ജനുവരി മാസം 29-ാം തീയതി. കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള 3 നോമ്പിന്റെ സമാപനമാണ്. വിശുദ്ധ ബലിയിലൂടെ നോമ്പ് പൂർത്തീകരിക്കുകയാണ്. ഒരു 3 ദിവസം വേറിട്ട് നടന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നേടിയ വെളിച്ചവും പ്രകാശവും ഒക്കെ എന്താണ്? അവനവനെ കുറിച്ച് കുറച്ചുകൂടി എന്തെങ്കിലും പുതിയ ധാരണ രൂപപ്പെട്ട് കിട്ടിയോ? ദൈവ വഴിയിലേക്ക് കുറച്ചുകൂടി ഒരു വെളിച്ചം കണ്ടെത്താനായിട്ട് ഏതൊരാൾക്കെങ്കിലും സാധിച്ചു? എന്തായാലും അന്യന്റെ നന്മയെ കുറെ കൂടി ആഗ്രഹിക്കുന്ന മനുഷ്യരായി നമുക്കൊന്ന് മാറാം. അന്യന്റെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ നന്മയും മേന്മയും ഉണ്ടാകണമെന്നും കുറച്ചുകൂടി വെളിച്ചമുണ്ടാകണമെന്നൊക്കെ നമുക്കൊന്ന് ആഗ്രഹിക്കാവുന്നതാണ്. നിനവെ പട്ടണത്തിന് പിന്നീട് എന്താണ് സംഭവിക്കുക അറിയാൻ നമുക്കും യോനയ്ക്കും താല്പര്യമുണ്ട്. നിനവയ്ക്ക് സംഭവിക്കാൻ പോകുന്ന നാശം കാണാനായിട്ട് നിനവയ്ക്ക് വെളിയിൽ എന്നാൽ എല്ലാം കാണാവുന്ന വിധത്തിൽ ഒരു കുടില് കെട്ടി കാത്ത് നോക്കിയിരുന്ന യോനായെ പ്രവചന പുസ്തകത്തിൽ പരിചയപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? ഒരർത്ഥത്തില് നാട്ടുഭാഷ ഉപയോഗിച്ചാൽ അന്യന്റെ നാശം കാണാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളെ വീണ്ടും ഉപേക്ഷിക്കുന്നില്ല, അയാളെ വെറുതെ വിടുന്നില്ല ദൈവം. അയാളെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ദൈവത്തിന്റെ കരുണയും അനുഭാവവും അതിങ്ങനെ കടലോളം ഉണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ദൈവത്തെയും പിടുത്തം കിട്ടിയിട്ടില്ല. യോനയും ആരെയും വിട്ടുകൊടുക്കാനായിട്ട്, ആരെയും ഉപേക്ഷിക്കാനായിട്ട് ദൈവം തയ്യാറല്ലെന്നുള്ളതാണ്. മനുഷ്യൻ എന്ന നിലയിലാണ് നമ്മൾ ഒപ്പമുള്ളവരെയും അകലത്തുള്ളവരെയും ഒക്കെ സൗകര്യാർത്ഥം ഉപേക്ഷിക്കുന്നത്. ദൈവം അങ്ങനെ ആരെയും ഉപേക്ഷിക്കുന്നില്ല. അവനെ വീണ്ടും പിടികൂടാൻ തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. അവനെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒപ്പമുള്ള മനുഷ്യരുടെ ഒക്കെ നന്മയും മേന്മയും കാണാനും ഉയർച്ചയും വളർച്ചയും ആസ്വദിക്കുവാനും ആനന്ദത്തോടെ സ്വീകരിപ്പാനുമായിട്ട് നമ്മൾ കുറെ കൂടി പക്വതയിലേക്ക്, പാകതയിലേക്ക് ഒന്ന് വളരേണ്ടിയിരിക്കുന്നു. 3 നോമ്പ് അതിനും കൂടിയുള്ള ആരുടെ നാശം കാണാൻ ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ചിലർ പറയും, മിത്രങ്ങളുടെ അല്ല ശത്രുക്കളുടെയാണ്. ആരാണ് ശരിക്കും ശത്രു, ആരാണ് ശരിക്കും മിത്രം? അതും എന്തിനെയൊക്കെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ സഹജീവികളുടെ നാശവും തകർച്ചയും തളർച്ചയും കാണാനായിട്ട് ആഗ്രഹിക്കാതിരിക്കും. അതിനു മുമ്പ് തന്നെ നമുക്കൊന്ന് ഇടപെടേണ്ടുന്ന വിധത്തിൽ എല്ലാവരിലേക്കും എത്താനായിട്ട് കൂടി ഓരോരുത്തർക്കും സാധിക്കണ്ടേ. ഈ ആണ്ടത്തെ 3 നോമ്പിന്റെ ആദരണവും പ്രാർത്ഥനയും ആത്മീയ അനുഷ്ഠാനങ്ങളും ഒക്കെ കുറെ കൂടി ഒരു ആത്മീയ മനുഷ്യനായി നമ്മളെയും രൂപാന്തരപ്പെടുത്താൻ ഇടയാവണം. യോനായോട് ദൈവം ചോദിക്കുന്നത് പോലെ, ഒരു ചെറുമരം നീ അധ്വാനിച്ചിട്ടില്ലാത്ത, നീ അതിനുവേണ്ടി ഒന്നും മെനക്കെട്ടിട്ടില്ലാത്ത ഒരു ചെറുമരം കരിഞ്ഞു പോയതിന്റെ പേരിൽ നീ ഇത്രയും ഭാരപ്പെടുന്നെങ്കിൽ, എന്നോട് കലഹിക്കാൻ മുതിരുന്നുവെങ്കിൽ, ഒരു വലിയ ജനത, അതും എന്റെ സൃഷ്ടികളായ ജനത നശിച്ചു പോകുന്നതിനകത്ത് ഞാൻ എന്തുമാത്രം ഭാരപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭാവം, മറ്റുള്ളവരെ കുറിച്ചൊരു ആകുലതയൊക്കെ കുറെ കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അതെ, പച്ചപ്പ് പോലും കരിഞ്ഞു പോകുന്നതിൽ, ഇല്ലാതെ പോകുന്നതിൽ നമ്മൾ കുറെ കൂടി ഭാരപ്പെടട്ടെ, പ്രതിരോധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.